ഗുഡ് മോർണിംഗ്. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സിലെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നിർത്തിയത് നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇന്ത്യൻ IASനെ കുറിച്ചായിരുന്നു. അതിൻ്റെ ഹിസ്റ്ററിയും അതിൻ്റെ എവല്യൂഷനും IFRS കൺവേർജ് ചെയ്യാനുള്ള അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ പഠിച്ച് നിർത്തി. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെറിയൊരു കാര്യമാണ്, ഇതാണ് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് പഠിക്കാൻ കുറേ ഉള്ളതാണ്. അതായത് ലിസ്റ്റ് ഓഫ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമ്മൾ 39 IAS ലിസ്റ്റ് ഔട്ട് നോട്ടിഫൈ ചെയ്തെന്ന് പറഞ്ഞിരുന്നു. അത് ഏതൊക്കെയാണ്, അതിൻ്റെ കറസ്പോണ്ടിങ് IFRSൻ്റെ ടൈറ്റിൽ എന്തൊക്കെയാണ്, ഏതാണ് നമ്മൾ ഇന്ത്യൻ IASൽ വരുന്ന 39 IASകൾ ഏതൊക്കെയാണ്, അതുപോലെ ആ IAS പ്രിപ്പയർ ചെയ്തേക്കുന്നത് ഇൻ ലൈൻ വിത്ത് ദ IFRS ആണ്. IFRS പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇതിലും, പക്ഷേ നമ്മുടെ എൻവയോൺമെൻറ്റിൽ മറ്റേ കുറച്ച് ചേഞ്ചസ് വരുത്തി, എൻവയോൺമെൻറ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് ചേഞ്ചസ് വരുത്തിയെന്നുള്ളൂ. അത് ഏതൊക്കെയാണെന്ന് നോക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് IND AS 1, ദാറ്റ് ഈസ് പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതാണ് അതിൻ്റെ പേര്, IND AS 1 പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ IFRSൻ്റെ പേരെന്ന് പറയുന്നത് IAS 1 പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതാണ് ഒന്നാമത്തെ. അപ്പോൾ അതാണ് IND AS 1, അപ്പുറത്ത് IAS മീൻസ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1. അത് നമുക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതിനെന്താക്കി മാറ്റി, IND AS 1 ആക്കി മാറ്റി. ദാറ്റ് ഡീൽസ് വിത്ത് പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. സെക്കൻഡ് വൺ IND AS 2, ദാറ്റ് ഈസ് ഇൻവെൻട്രി. അപ്പുറത്ത് എന്തായിരിക്കും IAS 2 ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് 2 ഇൻവെൻട്രി, അത് തന്നെ. ദെൻ ദ തേർഡ് വൺ ഈസ് IND AS 7 ആണ്. ദാറ്റ് ഡീൽസ് വിത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, അതാണ് IND AS 7 ഡീൽ ചെയ്യുന്നത്. അപ്പുറത്ത് IAS 7 സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ. ഫോർത്ത് വൺ ഈസ് IND AS 8. കണ്ടിന്യൂസ് നമ്പർ അല്ല കേട്ടോ IND ASനുള്ളത്, അത് ഓൾട്ടർനേറ്റീവ് ചില ഗ്യാപ്പൊക്കെ വന്നിട്ട് ശ്രദ്ധിച്ചോളൂ. IND AS 8 ആണ്. ദാറ്റ് ഡീൽസ് വിത്ത് അക്കൗണ്ടിങ് പോളിസീസ്, ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സ് ആൻഡ് എറേഴ്സ്. അപ്പുറത്തെ കറസ്പോണ്ടിങ് IFRS എന്ന് പറയുന്നത് IAS 8 അക്കൗണ്ടിങ് പോളിസീസ്, ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സ് ആൻഡ് എറേഴ്സ്. Next one is IAS 10, IND AS 10, that is events after reporting period, that is അപ്പുറത്ത് IFRSൻ്റെ വരുന്നത് IAS 10 events after reporting and period. Then the sixth one is IND AS 12, that deals with income tax. അപ്പുറത്ത് IFRSലെ IAS 12 income tax തന്നെ. Then IND AS 16 property, plant and equipments. അപ്പുറത്തത് IND AS 16 തന്നെ property, plant and equipments. Then the eighth one is IND AS 19 employee benefits. Our corresponding IFRS is IAS 19 employee benefits തന്നെ. അപ്പം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ഏതെങ്കിലും ഒരു സൈഡ് പഠിച്ചാൽ മതി. IND AS 1 ആണെങ്കിൽ അപ്പുറത്ത് എന്തായിരിക്കും IAS 1 ആയിരിക്കും. സെയിം കണ്ടന്റ് സെയിം തന്നെ ആയിരിക്കും. ഫസ്റ്റത്തെ പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അപ്പുറത്തും അത് തന്നെ. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. പക്ഷെ നിങ്ങൾ കൃത്യമായിട്ട് തെറ്റിക്കാണ്ട്, ആ നമ്പർ തെറ്റിക്കാണ്ട് പഠിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ആദ്യത്തെ 8 എണ്ണം. ഇനിയുണ്ട് 39 എണ്ണം ഉണ്ട് മൊത്തം. Next is IND AS 20, that deals with accounting for government grants and disclosure of government assistance. അതിന് ഡീൽ ചെയ്യുന്ന സെഷനാണത്. അതിൻ്റെ കറസ്പോണ്ടിങ് IFRS എന്ന് പറയുന്നത് IAS 20 സെയിം, അക്കൗണ്ടിങ് ഫോർ ഗവൺമെൻറ് ഗ്രാൻറ്റ്സ് ആൻഡ് ഡിസ്ക്ലോഷർ ഓഫ് ഗവൺമെൻറ് അസിസ്റ്റൻസ്. And 10th one is IND AS 21, the effect of changes in foreign exchange rate. Corresponding IFRS IAS 21, the effect of changes in foreign exchange rates. Then the 11th one is IND AS 23, borrowing cost. Corresponding IFRS IAS 23, borrowing cost. Then the 12th one is IND AS 24, that is related with related party disclosure, and corresponding IFRS is IAS 24, related party disclosure. Then the 13th one is IND AS 27, separate financial statement, and the corresponding is IAS 27, separate financial statement. And the 14th one is IND AS 28, investments in associates and joint ventures, and the corresponding IFRS is IAS 28, investments in associates and joint ventures. Then the 15th one is IND AS 29, that deals with financial reporting in hyperinflationary economics, and the corresponding IFRS is IAS 29,
ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഇൻ ഹൈപ്പർ ഇൻഫ്ലേഷണറി എക്കണോമിക്സ്. ഇതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിന് ഡീറ്റെയിൽസ് പഠിക്കേണ്ട ആവശ്യമില്ല. എന്താണ് ആ സ്റ്റാൻഡേർഡ് എന്ന് ജസ്റ്റ് ആ പേര് മാത്രം പഠിച്ചാൽ മതി. ഇതിലെല്ലാ ഡീറ്റെയിൽസും പഠിക്കേണ്ട ആവശ്യമുള്ള ഡീറ്റെയിൽസ് നമുക്ക് പഠിച്ചാൽ മതി. അപ്പോൾ ജസ്റ്റ് ആ സ്റ്റാൻഡേർഡിൻ്റെ നമ്പറും ഏതാണ് അത് ഡീൽ ചെയ്യുന്ന സെഷനിൽ മാത്രം ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ. 16th one is Ind AS 32 that deals with financial instruments presentation. Then next the corresponding IFRS പറയുന്നത് that is IAS 32 financial instruments presentation. And the 17th one is Ind AS 33 that deals with earnings per share. Then and the corresponding വരുന്നത് IAS 33 earnings per share. Then the 18th one is Ind AS 34 that deals with interim financial reporting, and the corresponding IFRS is IAS 34 interim financial reporting. And 19th one is Ind AS 36 that it deals with the impairment of assets, IAS 36 impairment of assets. Then the 20th one is Ind AS 37 that deals with provisions, contingent liabilities and contingent assets, and the corresponding IFRS is IAS 37 provisions, contingent liabilities and contingent assets. Next one is Ind AS 38 that deals with intangible assets, corresponding IFRS IAS 38 intangible assets. 22nd one is Ind AS 40 that deals with investment property, and the corresponding IFRS is IAS 40 investment property. Then the next one is Ind AS 41 that deals with agriculture, and the corresponding IFRS is IAS 41 that is deals with agriculture. Next is Ind AS 101 that is first time adoption of Indian accounting standards. അതിൻ്റെ ഓർഡർ മാറിയിട്ട 41 കഴിഞ്ഞിട്ട് പിന്നെ നേരെ 101 ആണ്. Then and the corresponding IFRS IAS 101 first time adoption of Indian accounting standards. Next one is Ind AS 102 that is share based payment, corresponding IFRS IAS 102 share based payments. Next is Ind AS 103 that is business communication, corresponding IFRS IAS 103 business communication. Next one is Ind AS 104 that deals with insurance contract, and the corresponding IFRS is IAS 104 insurance contract. The next one is Ind AS 105 that deals with non-current asset held for sale and discontinued operations, and the corresponding IFRS is Ind AS 104 non-current assets held for sale and discontinued operations. Then the 29th Ind AS is 106 that is exposure for and evaluation of mineral resources, and the corresponding IFRS is IAS 106 exposure for and evaluation of mineral resources. Then the next one is Ind AS 107 that deals with financial instruments disclosure, and the corresponding IFRS is IAS 107 financial instruments disclosure. Next is Ind AS 108 that deals with operating segments, and the corresponding IFRS is IAS 108 that deals with operating segments. Then Ind AS 109 that deals with financial instruments, corresponding IFRS IAS 109 financial instruments. Next one is Ind AS 110 consolidated financial statements, corresponding IFRS IAS 110 consolidated financial statements. Next one is Ind AS 111 that deals with joint arrangements. Then the corresponding IFRS is IAS 111 that deals with joint arrangements. Next one is Ind AS 112 that deals with disclosure of interest in other entities, and the corresponding IFRS is IAS 112 disclosure of interest in other entities. Next is Ind AS 113 that deals with fair value measurement, and the corresponding IFRS is IAS 113 fair value measurement. Next is Ind AS 114 that deals with regulatory deferral accounts, and the corresponding IFRS is IAS 114 that deals with regulatory deferral accounts. Next one is Ind AS 115 that deals with the revenue from contracts with customers, and the corresponding IFRS is IAS 115 revenue from contract with customers. And the last one is in IAS 116 that deals with lease, and the corresponding IFRS is IAS 116 that deals with lease. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞോണം, എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഏതൊക്കെയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും ഏതൊക്കെയാണ് അതിൻ്റെ നമ്പറൊന്നും സെഷനിൽ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ഒറ്റയടിക്ക് പഠിച്ചു വെക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ എഴുതി വയ്ക്കുക, എന്നിട്ട് കുറേശ്ശെയായിട്ട് 39 പഠിച്ചുണ്ടാക്കണം. അപ്പോൾ കുറേശ്ശെയായിട്ട് ആ നമ്പറും അതിൻ്റെ ഇത് മാത്രം പഠിച്ചാൽ മതി.
അപ്പോൾ അത് പഠിക്കാണ്ട് വേറെ മാർഗ്ഗമല്ലേ. കൃത്യമായിട്ട് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. കൃത്യമായിട്ട് ആ സിലബസ് ഞാൻ അന്ന് തുടക്കത്തിൽ തന്നതിൽ നോക്കിയാൽ ഫസ്റ്റ് മൊഡ്യൂളിൽ കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട് ലിസ്റ്റ് ഓഫ് IFRS ആൻഡ് ഇൻഡ് AS വിത്ത് ഒബ്ജക്റ്റീവ്സ് എന്ന് കൃത്യമായിട്ട് സിലബസിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് പഠിച്ചേ മതിയാവും. അപ്പോൾ നിങ്ങൾ ഒറ്റ സ്വിങ്ങിൽ ഇത് പഠിക്കാണ്ട് കുറേശ്ശിട്ടില്ല. 39 ഒറ്റടിക്ക് പഠിക്കാന്ന് വെച്ചാൽ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ സമയമുണ്ട്, കുറേശ്ശെയായിട്ട് പഠിച്ച് അവസാനിപ്പിക്കണം. അപ്പോൾ ഇത് മാത്രമേ ഞാനിന്ന് എടുക്കണുള്ളൂ. കൃത്യമായിട്ട് ഇതുപോലെ തന്നെ ടേബിൾ വരച്ച് എഴുതിയെടുക്കുക, കുറേശ്ശെയായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.